എല്ലാവർക്കും ആദം സേറ വ്ളോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബീൻസ് മെഴുകോട്ടി വെക്കാൻ പോവാം. ഇനി പാത്രം ചൂടായേ, എണ്ണ ഒഴിക്കട്ടെ. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി എണ്ണ ചൂടാകട്ടെ, എന്നിട്ട് കടുക് എടുത്തിടാം. എണ്ണ ചൂടായേ, ഇനി കടുക് എടുത്തിട്ടെ. കടുക് കടുക് ശകലോടെ കടുക് വേണ്ടേ. ഓക്കെ, കടുക് പൊട്ടട്ടെ, എന്നിട്ട് ബീൻസൊക്കെ എടുത്തിടാം. പൊട്ടി തുടങ്ങി, പക്ഷെ മാറി കിട്ടെ, ദേഹത്തോട് പറിക്കുന്നു. അവിടെ നല്ലോണം പൊട്ടി തുടങ്ങി കടുക്. ദേഹത്തോട് പറിച്ച് മാറി കിട്ടെ, ഇച്ചിരി അല്ല എടുക്കാൻ വീഴും. ഏകദേശം കടുക് പൊട്ടി. ഇനിയേ ഞാൻ പോയി ബീൻസ് എടുത്തിട്ട് വരട്ടെ. ബീൻസ് കൊണ്ട് വരട്ടെ. ബീൻസൊക്കെ നല്ല വിലയാണ്. ബീൻസ് ഇട്ട് ഇനി സബോളയും പച്ചമുളകും കൂടെ. ബീൻസ് കഴിഞ്ഞ ദിവസം അരിഞ്ഞ് ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ വെള്ളമയമുണ്ട്, അതായിരിക്കും ഇത്രയും വെള്ളം എണ്ണയ്ക്കകത്ത് തിന്നപ്പെട്ടെങ്കിൽ ഇത്ര സൗണ്ട്. ഇനി സബോളയും പച്ചമുളകും കൂടെ വേണ്ടേ. സബോളയും പച്ചമുളകും കൂടെ. സബോളയ്ക്കും ഭയങ്കര വില കേട്ടോ. 1/2 കിലോ 40 രൂപ ഇപ്പോൾ. അത് കിട്ടും. രണ്ടെണ്ണം പറ്റിപ്പിടിച്ചിരിക്കുന്നു. അത് താഴെ പോയി. ഇനിയേ ശകലം മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ, പാകത്തിന് ഉപ്പ് കൂടെ ഇട്ടെ. മഞ്ഞപ്പൊടി ഇട്ടെ. മഞ്ഞപ്പൊടി ഇട്ടു, പാകത്തിന് മഞ്ഞപ്പൊടി ഇട്ടു അല്ലേ. ഇനി ഉപ്പ്, പാകത്തിന് ഉപ്പും കൂടെ ഇട്ട്, ഉപ്പ് ഇട്ടിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കാം. ഉപ്പ് വേണ്ടേ. ഉപ്പും പാകത്തിന് ഇട്ട് ഇനി ഇത് നല്ലോണം ഇളക്കട്ടെ. അടച്ചു വെക്കട്ടെ ഉപ്പിൻ്റെ പാത്രം. അത് ഉപ്പിലിട്ടിന്ന്. ഓക്കെ, ഇനി നല്ലോണം ഇളക്കാം. പക്ഷെ കറിവേപ്പിലൂടെ വേണ്ടതായിരുന്നു. കറിവേപ്പിലേ വാങ്ങാൻ മറന്നുപോയി. പിന്നെ അപ്പുറത്ത് ഞങ്ങൾ ചിറ്റയുടെ വീട്ടിലുണ്ടായിരുന്നേ, പക്ഷെ അവിടുത്തെ കേടാണ് ആ കറിവേപ്പില. ഏറെയൊക്കെ അങ്ങ് കേടായിട്ടിരിക്കും. വെള്ളം ഒഴിക്കുന്നതാണ്. വെള്ളമുണ്ട്, ഫ്രിഡ്ജകത്ത് വെച്ചിരിക്കുമായിരുന്നു. ഇതായിരിക്കും. ഇവിടെ നിന്നിട്ട് വേഗട്ടെ. വേഗട്ടെ. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് നല്ലോണം ഇങ്ങനെ തീ കൂട്ടിച്ചിട്ടുണ്ട്. ഒരുപാട് കൂട്ടിച്ചില്ല, ഏകദേശം. ഇങ്ങനെ ഇതൊന്ന് വേഗട്ടെ, എന്നിട്ട് നല്ലോണം ഇളക്കാം ഒന്നുകൂടെ. എന്നിട്ട് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം.
മൂടി വെച്ച് ഒരു 10 മിനിറ്റ് അങ്ങോട്ട് ഇരിക്കട്ടെ. ഇനിയേ അടുത്തതെന്ന് പറഞ്ഞാൽ കണ്ടോ എൻ്റെ മീൻ കഴിഞ്ഞ ദിവസം മത്തി വാങ്ങിച്ച് വറുത്ത് വെച്ചിരിക്കുന്ന വറുത്തങ്ങ് ഫ്രിഡ്ജിനകത്ത് വെച്ച് ഇതെടുത്ത് ചൂടാക്കണം. 3, 3, 5, 6, 7, 8, 9 എണ്ണം ഉണ്ട്. 16 എണ്ണം വറുത്താ. 9 എണ്ണം ഉണ്ട്. ഇന്നത്തെ കൂടെ ഉള്ളത് എൻ്റെ പൂച്ചയ്ക്ക് എനിക്കൂടെ ഉച്ചക്കത്തേക്കും രാത്രിത്തേക്കും കണ്ടോ. ഇവിടുത്തെ എടുത്ത് ചൂടാക്കണം ഇനി. ഒഴിച്ചിക്കട്ടെ. അതിനോട് തിന്നാനുള്ള സബോളയാണ്. മീൻ വറുത്തതിൻ്റെ കൂടെ ചെറിയൊരു സബോള എടുത്ത് ഇതിലൂടെ മീൻ്റെ കൂടെ വറക്കുമ്പോൾ കഴിക്കാൻ വേണ്ടി ഞാൻ ചെറിയ സബോള ആകും, തീരെ ചെറുത് ലീറ്ററിലെ. അല്ലെങ്കിൽ ഇതിനെക്കൂടെ ഇച്ചിരി വലുപ്പമുള്ളത്. ഇവിടെ ഇരിക്കട്ടെ. ഞാൻ ഇനി എൻ്റെ പൂച്ച നോക്കിയിട്ട് വരട്ടെ. എല്ലാം വന്നിട്ടുണ്ടോ എന്ന്. അയ്യോ എടത്തിൻ്റെ കാലിൽ തന്നെ പറ്റിയിടാം. നീ വീണ്ടും കടി ഉണ്ടാക്കിയില്ലേ അപ്പുറത്തെ കണ്ട പൂച്ചയായിട്ട്? എൻ്റെ ദൈവമേ, ഇതിനെ കടിക്കത്തില്ല. ഇത് പെൺപൂച്ചയത്. പട്ടിയും വന്നുകൊണ്ട് അതിനും കാല് ഒടിഞ്ഞു. കറിയൊന്നും വേണ്ട, ചോറ് വെന്തില്ല. അവിടെ അതിൻ്റെ കൊച്ചൂടെ വന്ന് ഇപ്പോൾ ഒരു കവർ ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്താൽ രണ്ടിനും കൂടെ. എടാ നീ ഇറങ്ങടാ, ഇറങ്ങ മാറി കാൽ മുട്ടിന്ന് മാറ്. ഉണ്ടോ കടി ഉണ്ടാക്കിയിട്ട് കാലെല്ലാം കളഞ്ഞ് നിൽക്കുക. എന്നാ കരഞ്ഞ് കാണിക്കൊന്നും വേണ്ട, കഴിക്കാൻ സമയമായില്ല. കറി വേകട്ടെ. കഷ്ടം. ഈ പൂച്ച പ്രസവിച്ചെന്ന് തോന്നിയത് കണ്ടോ. ഇത് പ്രസവിച്ചോണ്ട് കണ്ടോ, പാല് കൊടുക്കുന്ന കണ്ടോ, പ്രസവിച്ചാണ്ട് കിടക്കുക. ഇത് അപ്പുറത്തെ പൂച്ച അവിടെ കിടന്നു കേട്ടോ. രണ്ടുപേരെന്തി ബാക്കി 2 പേര് എന്തിയേ? എനിക്ക് അവിടെ കിടന്നോട്ടോ. ഞാനേ ചോറും വേകാനുണ്ട്. റൈസ് കുക്കറിനകത്ത് വെച്ചിരിക്കുക. ഇനി അടക്കണം അത്. അവിടെ ഇത് കരച്ചു. ഇനിയേ ഞാൻ പോയി എൻ്റെ ബീൻസ് ഒന്നേ മെഴുക്കോട്ടി നടക്കട്ടെ. ഒത്തിരി വെള്ളം വീഴുന്നു. അടച്ചു വെക്കട്ടെ. ഫ്രിഡ്ജിനകത്ത് വെച്ച കാരണമേ അല്ലെങ്കിലേ വെള്ളമയം നല്ലോണം ഉണ്ടായിരുന്നു. ഇനി അടച്ചു വെച്ചുകൊണ്ട് ഒരുപാട് വെള്ളം ഇറങ്ങുന്നുണ്ടോ? എന്ത് വരുമ്പോഴത്തേക്ക് ഇതായിക്കോളും. ഒന്നും ആയില്ല, ഇനി വേഗമുണ്ട് നല്ലോണം. അവിടെ ഇരിക്കട്ടെ. അടച്ചു വെക്കുന്നില്ല. ഇനി അടച്ചു വെച്ചാണ്ടല്ലോ ഒരുപാട് വെള്ളം ഇറങ്ങുന്നുണ്ട്. അങ്ങനെയുണ്ടോ, ഒത്തിരി വെള്ളമായി. എന്നിട്ട് തീ കൂട്ടിച്ച് വെള്ളം പറ്റിച്ചെടുക്കാം. അവിടെ ഇരിക്കട്ടെ. ഇനി കുറച്ച് നേരം തുറന്നിങ്ങനെ. അരിയാണെങ്കിൽ ഇതിനകത്ത് വെച്ചിരിക്കുക തിളപ്പിച്ച്. ബീൻസ് മെഴുക്കോട്ടെ വേകാറായി. മത്തി വറക്കട്ടെ. എടുത്തേ ഫ്രിഡ്ജാത്തിരിക്കുക, ചൂടാക്കട്ടെ. 4 എണ്ണം എടുക്കുന്നുണ്ട്. കണ്ട് 3, 4 എണ്ണം. ഇച്ചിരി അരപ്പൂടെ എടുക്കത്തേക്കാം. 2, 3 വേണ്ട. ശകലം എടുക്കാം. ശകലൂടെ കണ്ടേ. ഇത് ഇനി 1, 2, 3, 4, 5, 6 എണ്ണം. വൈകുന്നേരം 4 എണ്ണം. പിന്നെ ബാക്കി 2 എണ്ണം ഉണ്ട് നാളെ രാവിലെ പഴങ്കഞ്ഞി കുടിക്കാൻ വേണ്ടി. അതിന് വേണ്ടിയാണ്. ഇത് 4 വൈകുന്നേരത്തേക്കും, ഇത് 2 എണ്ണം
നാളെ രാവിലെ പഴകഞ്ഞി കുടിക്കാൻ വേണ്ടി. ഇതിലുണ്ടല്ലോ 3 ഞാൻ എടുക്കും. 3 പിന്നെ ഇതിൻ്റെ ഈ അരപ്പും കൂടെ. ഒരെണ്ണം എൻ്റെ പൂച്ചയ്ക്ക് ചോറ് കൊടുക്കുന്നതിന് വേണ്ടി. ചൂടാക്കട്ടെ. മൂടി വെക്കട്ടെ. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചേക്കാം. വൈകുന്നേരം എടുത്ത് വറക്കാം ബാക്കി. ഇതിനോടെ കഴിക്കാനുള്ള മീൻ്റെ വറുത്തോടെ കഴിക്കാനുള്ള സവോള ഇരിക്കട്ടെ. ചൂടാക്കട്ടെ. മീൻ വറുത്തതേ ഇനി കൊണ്ടുപോയി ചൂടാക്കി എടുക്കട്ടെ. ഗ്യാസ് കത്തിച്ച്. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. ചൂടാക്കി കഴിഞ്ഞിട്ടേ തിരിച്ചിടാം. അപ്പോഴത്തേക്ക് ബീൻസ് ഒന്ന് ഇളകി കൊടുക്കട്ടെ. വേണ്ടത് ഇല്ല, വെന്തില്ല, ശാറോടെ വേകാനുണ്ട്. അത് ഇളകി കൊടുത്തേക്കാം. ഓക്കെ, ഇളകി. നല്ല എരിവുള്ള പച്ചമുളക് കിട്ടിയത്, ഉണ്ടമുളകില്ലേ അത്. എനിക്കാണ് എല്ലാത്തിനും എരിവാണ് നല്ലോണം. എഴുക്കോട്ടയാണെങ്കിലും തോരനാണെങ്കിലും മീൻകറിയാണെങ്കിലും മീൻ വറുത്താണെങ്കിലും എല്ലാത്തിനും. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. വേണ്ട, മീൻ ചൂടായി. ശാല എണ്ണയോടെ ഒഴിച്ച് കൊടുത്ത്. ഇനി ഒന്ന് തിരിച്ചിട്ടെ. 1 2 3. ഓക്കെ, തിരിച്ചു വിട്ട്. എണ്ണ ശകലം കുറവായിരുന്നു. ഒരു ശകലം എണ്ണ ഒഴിച്ച് കൊടുത്ത്. ഓക്കെ, ഇനിയേ തേങ്ങ ഓഫ് ചെയ്തേക്കാം. മൂടി വെക്കട്ടെ. അവിടെ ഇരുന്നോളൂ. തീ ഓഫ് ചെയ്ത്. ഇനിയേ ബീൻസിൻ്റെ ഉപ്പൊക്കെ നോക്കട്ടെ. പോരയ്ക്ക് ശകലോടെ ഉപ്പ് കിട്ടാം. ഏകദേശം വെന്തു ബീൻസ് മെഴുക്കുവാട്ടി. ഉപ്പ് നോക്കട്ടെ. ശകലമേ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതിട്ട് പൊടിക്കട്ടെ. ഇനി നല്ലോണം ഇളക്കട്ടെ. ഓക്കെ, നമുക്ക് നല്ലോണം ഇളക്കിയേ. ഇനി ഒരു ഇച്ചിരി നേരോടെ ഇരുന്നിട്ട് അങ്ങ് തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം. അവിടെ ഇരിക്കട്ടെ കേട്ടോ. എന്തായാലും എൻ്റെ ബീൻസ് മെഴുക്കോട്ട് വെച്ച് എൻ്റെ വീഡിയോ അങ്ങ് നിർത്തുവാണ്. എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വേണ്ടേ, മറക്കരുത് കേട്ടോ. വേണ്ടേ, ഉണ്ടോ? പൊടിച്ചിക്കട്ടെ. ഇനിയേ ഈ അരി ഒന്ന് അടച്ചു കേട്ടെ. ചോറ് അത് ബന്ധു വേണം.